സ്നേഹമുള്ളവരെ, ഏപ്രിൽ മെയ് മാസങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും നമ്മളെ ആദ്യ കുർബാന സ്വീകരണമാണ്, വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്ഷണിക്കാറുണ്ട്. നമ്മൾ അത്തരം തിരുക്കർമ്മങ്ങളിൽ പോകാറുണ്ട്, അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഇനിയും അത്തരം ആഘോഷങ്ങളിലും അത്തരം തിരുക്കർമ്മങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ ആ കുർബാന സ്വീകരിക്കാനായിരിക്കുന്ന കുഞ്ഞിനോട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് നിങ്ങളൊന്ന് ചോദിക്കണം, ഇത് ഇവൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണോ എന്ന്. കാരണം ഈ കാലഘട്ടത്തിൽ കുർബാന സ്വീകരിക്കുന്ന പലരും ആദ്യമായല്ല ഈശോയെ അല്ലെങ്കിൽ ആദ്യമായല്ല കുർബാന സ്വീകരണം നടത്തുന്നത്. മറിച്ച് കുഞ്ഞുനാളിൽ മാമോദീസയിൽ അവർ സ്വീകരിച്ചതാണ്. ഇപ്പോൾ നമ്മളത് ആഘോഷമായി നടത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലവും അതെന്തുകൊണ്ടാണെന്നും ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ എല്ലാ സഭകളും തന്നെ 3 കൂദാശകളും, അതായത് മാമോദീസായും സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് 3ഉം ഒന്നിച്ച് നൽകുന്ന ഒരു പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ലത്തീൻ സഭയിൽ മാത്രം മാമോദീസ മാത്രം വൈദികർ നൽകുകയും പിന്നീട് മെത്രാന്മാരുടെയൊക്കെ അവൈലബിലിറ്റി നോക്കി പിന്നീട് സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയും നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ലത്തീൻ സഭയിൽ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം നൽകാൻ മെത്രാന്മാർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓർഡിനറി മിനിസ്റ്റർ എന്ന് പറയുന്നത് മെത്രാനായിരുന്നു. അങ്ങനെയാണ് ലത്തീൻ സഭയുടെ ഒരു പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത്. നമ്മളും സുറിയാനി കത്തോലിക്കരും പലപ്പോഴും ആ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മളും പലപ്പോഴും അങ്ങനെ ഒരു ട്രഡീഷൻ അനുസരിച്ച് പോകുന്നു. നമ്മുടെയും ഒക്കെ കുഞ്ഞുങ്ങളെ പണ്ട് മാമോദിസ മാത്രം കുഞ്ഞുനാളിൽ മുക്കുകയും പിന്നീട് കുറച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ കുർബാന സ്വീകരണവും അല്ലെങ്കിൽ സ്ഥൈര്യലേപനവും അതിനോടനുബന്ധിച്ച് കുർബാന സ്വീകരണവും നടത്തിയിരുന്നു. നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, ഈ പറയുന്ന ഞാനും, അങ്ങനെയൊക്കെയാണ് പരിശുദ്ധ കുർബാന സ്വീകരണവും തൈലാഭിഷേകവും ഒക്കെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ സ്ഥൈര്യലേപനവും ഒക്കെ സ്വീകരിച്ചത്. എന്നാൽ 1917 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി തന്നെ ഒരു കാര്യാലയം, ഒരു ഡിക്കാസ്ട്രി റോമിൽ സ്ഥാപിതമാകുകയും ആ ഡിക്കാസ്ട്രി എല്ലാ പൗരസ്ത്യ സഭകളോടും അവരുടെ പാരമ്പര്യങ്ങളിലേക്ക്, അവർ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനോട് ചേർന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് 2ാം വത്തിക്കാൻ കൗൺസിലും ഇത് തന്നെ തൻ്റെ പഠനങ്ങളിൽ പറയുകയുണ്ടായി. എല്ലാ വ്യക്തിസഭകളും അല്ലെങ്കിൽ എല്ലാ സഭകളും അവരുടെ ഉറവിടങ്ങളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക്, അവരനുഷ്ഠിച്ചു പോകുന്നവയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ സീറോ മലബാർ സഭയിൽ 2004 റോമിൻ്റെ അനുവാദത്തോടുകൂടി ഈ 3 കൂദാശകളും ഒന്നിച്ച് സ്വീകരിക്കാനുള്ള ഒരു തക്സ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് രൂപീകരിക്കുകയും ഈ 3 കൂദാശകൾ ഒന്നിച്ച് സ്വീകരിക്കാൻ തക്ക വിധം വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ആ പുസ്തകം 2004 ഡിസംബർ 1 പബ്ലിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു 2005 ജനുവരി 6 ദനഹാ തിരുനാൾ, ഈശോയുടെ മാമോദീസായെ നമ്മൾ ഓർക്കുന്ന ദനഹാ തിരുനാളിന് ഈ ക്രമങ്ങൾ പ്രാബല്യത്തിൽ വരുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതായത് 2005 മുതൽ മാമോദീസ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാമോദീസ മാത്രമല്ല സ്വീകരിക്കുന്നത്, മറിച്ച് മാമോദീസയോടൊപ്പം സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ പ്രവേശക കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് വളർന്നു വന്ന് കുറച്ചും കൂടി കാര്യപ്രാപ്തിയും അറിവുമൊക്കെ നേടിക്കഴിയുമ്പോൾ കൂടുതൽ പഠിച്ച് കൂടുതൽ ഒരുങ്ങി, ശ്രദ്ധിക്കണം, ഇവിടെ ആദ്യമായി കുമ്പസാരിച്ച് നമ്മൾ ആഘോഷമായി കുർബാന സ്വീകരിക്കുന്നു. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 2005 മുൻപ് പലരും മാമോദീസ മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. പിന്നീടാണ് കുർബാന സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചിരുന്നത്. എന്നാൽ 2005 മുതൽ സീറോ മലബാർ സഭ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എല്ലാവരും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, മാമോദീസയോടൊപ്പം ഈ 3 കൂദാശകൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഒരുങ്ങി തിരിച്ചറിവുകൾ വന്നതിന് ശേഷം ആദ്യമായി കുമ്പസാരിച്ച് ആഘോഷമായി ഈശോയെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് അതാണ്. അവർ ആദ്യമായല്ല ഈശോയെ സ്വീകരിക്കുന്നത്, മറിച്ച് ആഘോഷമായാണ് ഈശോയെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടികളോട്, അല്ലെങ്കിൽ ഇത് അറിയാത്ത പേരൻസിനോട് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. 2005 മുതലുള്ള നമ്മുടെ സീറോ മലബാർ സഭയുടെ ക്രമമനുസരിച്ച് നമ്മൾ ആദ്യമായല്ല ഈശോയെ സ്വീകരിക്കുന്നത്. മാമോദീസായിൽ അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിനോടൊപ്പം ഈ 3 കൂദാശകൾ അവർ സ്വീകരിച്ചതാണ്. ഇന്ന് കുറച്ചും കൂടി ഒരുങ്ങി ആഘോഷമായി, പ്രത്യേകം ഓർക്കണം, ആദ്യമായി കുമ്പസാരിച്ചൊരുങ്ങി കൂടുതൽ തിരിച്ചറിവുകളോടുകൂടെ അവൻ അല്ലെങ്കിൽ അവൾ ഈശോയെ സ്വീകരിക്കുന്ന തിരുക്കർമ്മമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ കാർഡൊക്കെ ലഭിക്കുമ്പോൾ പലരും ഇന്ന് തെറ്റായാണ് എഴുതുന്നത്. ഫോർ ദ റിമംബറൻസ് ഓഫ് മൈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നാണ് എഴുതുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഫോർ ദ റിമംബറൻസ് ഓഫ് മൈ സോളം ഹോളി കമ്മ്യൂണിയൻ. നമ്മൾ ആഘോഷമായി ഈശോയെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്ന ഈശോ നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.